അസ്സലാമു അലൈക്കും എവരിവൺ. ഇന്ന് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിൽ നല്ല ജ്യൂസി സിറപ്പുള്ള ജിലേബി ഉണ്ടാക്കാം കേട്ടോ. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായി 1 കപ്പ് മൈദ എടുക്കുക, 2 ടീസ്പൂൺ കോൺഫ്ലോർ എടുക്കുക, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കുക, 1 ടീസ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീര്, 1 ടേബിൾ സ്പൂൺ കേടും 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുക. കേട് അല്ലെങ്കിൽ യോഗട്ട് ഇട്ടാൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ ഫുഡ് കളർ കേട്ടോ, ഓറഞ്ച് ഫുഡ് കളർ. പിന്നെ വെള്ളം കുറച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഈ സമയം നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. 1 കപ്പ് ഷുഗർ ആണെങ്കിൽ 1/2 കപ്പ് വെള്ളം. അങ്ങനെ നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഒരു 2 ഏലക്കായോ അല്ലെങ്കിൽ 1 ടീസ്പൂൺ റോസ് വാട്ടറോ ചേർത്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒരു 5 മിനിറ്റൊക്കെ തിളപ്പിക്കാൻ വിട്ടിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തൊട്ട് നോക്കണം. ഇത് നമുക്ക് ഇപ്പോൾ ഒരു ത്രെഡ് ലൈക്ക് കൺസിസ്റ്റൻസിയിലോട്ട് ചെല്ലും ചെയ്യരുത്, എന്നാൽ ചെറുതായിട്ട് നല്ല ഒട്ടൽ വരിക ആണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ഫോം. ഇത് ക്രിസ്റ്റലൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് നാരങ്ങ നീര് ചേർക്കാം. ഞാനിവിടെ ഓറഞ്ചിൻ്റെ നീര്, അരമുറി ഓറഞ്ചാണ് കേട്ടോ, ചെറിയ ഓറഞ്ച് ആണ് യൂസ് ചെയ്തത്. എന്നിട്ട് ഈ മാവ് ഉണ്ടല്ലോ, 15 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്യാൻ വെച്ച ഈ മാവ് പൈപ്പിംഗ് ബാഗിലോട്ട് ചേർത്തിട്ട് ചെറിയൊരു ഹോള് ഇട്ട് കൊടുക്കുക. ഓയിൽ ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർക്കുക. എന്നിട്ട് എണ്ണ നല്ലോണം ചൂടാക്കുക. എന്നിട്ട് ചൂടായ ശേഷം മീഡിയമിലോട്ട് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പൈപ്പിംഗ് ബാഗ് കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ഷേപ്പ് ചെയ്യൽ ഒരു ടാസ്ക് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുക്ക് ചെയ്യലും അതുപോലെ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ നന്നായിട്ട് കരിയും. അത് അല്ലാതെ മുരിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. വെയിറ്റ് ചെയ്താൽ എന്ത് ചെയ്യും, സിറപ്പ് ഉള്ളിലോട്ട് കയറില്ല. അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ എക്സാക്റ്റ് ഓറഞ്ച് കളർ കിട്ടുമായിരുന്നു. ഇത് ഫുഡ് കളർ ആഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പൊട്ട കളറിൽ ഇത് കിട്ടുന്നത് കേട്ടോ. ഇനി ഇത് ചൂടോടെ തന്നെ നമുക്ക് തിളച്ച ഷുഗർ സിറപ്പിൽ ഇടരുത്, ഇളം ചൂടുള്ള ഷുഗർ സിറപ്പിൽ ഇട്ട് കൊടുക്കുക. തിളച്ച ഷുഗർ സിറപ്പിൽ ഇട്ടാൽ ഇത് ഭയങ്കര സോഫ്റ്റ് ആവും. ചൂടില്ലാത്തതിലിട്ടാൽ ഷുഗർ സിറപ്പ് പ്രോപ്പറായിട്ട് ജിലേബിയുടെ ഉള്ളിലോട്ട് കയറുകയും ചെയ്യില്ല. ഇനി കുറേ നേരം ഇട്ട് പോകരുത്. കുറേ നേരം ഇട്ടാലും ഇത് ഭയങ്കര സോഫ്റ്റായി പോകും. അതുകൊണ്ട് കുറച്ച് നേരം മാത്രം ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ഷുഗർ സിറപ്പിൽ നിന്ന് നമുക്ക് എടുക്കാം. ജിലേബിയിൽ നെയ്യ് ചേർക്കുക, അതുപോലെ ഓയിലും നെയ്യ് ചേർത്താലാണ് ഇതിനൊരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടുക. അതുപോലെ ഷുഗർ സിറപ്പിൽ കാർഡമം അല്ലെങ്കിൽ റോസ് വാട്ടർ ചേർക്കുമ്പോൾ അതിന് ഡിഫറെൻറ്റ് ഫ്ലേവറാണ് നമുക്ക് കിട്ടുക. അതല്ലെങ്കിൽ സിനമൺ സ്റ്റിക്കില്ലേ, അത് ചേർക്കുകയും ചെയ്യാം. ഓരോന്നിനും വേറെ വേറെ ടേസ്റ്റാണ്. കുറച്ച് നേരം ഇട്ടിട്ട് ഞാൻ അതെടുത്തു. നല്ല ടേസ്റ്റിയാണ്. പെർഫെക്റ്റ് ഷേപ്പ് എന്ന് പറയുന്നില്ല, കാരണം ഞാൻ ഒട്ടും എക്സ്പേർട്ടല്ല ജിലേബി ഉണ്ടാക്കുന്നതിൽ. ഇത് നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല ഷുഗർ സിറപ്പുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.